ഓക്കെ, ഇന്നത്തെ സെക്ഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഒരു ഇലക്ട്രീഷ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. KSIE ഡിപ്പാർട്ട്മെൻറ്റിൽ ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 116/2013 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മെഷീൻസുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മളിപ്പോൾ പഠിച്ച് നിർത്തിയിരിക്കുന്ന ടോപ്പിക്കുകൾ എന്താണെന്ന് വെച്ചാൽ, മെഷീൻസ് കംപ്ലീറ്റ് ചെയ്തു, മെഷീൻസിൻ്റെ ആ ഒരു സിലബസിൽ പറഞ്ഞേക്കുന്ന എല്ലാ മെഷീൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വളരെ വലിയ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് മെഷീൻസിൽ നിന്നാണ്. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 50 ക്വസ്റ്റ്യനോളം ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്ററിനകത്ത് ആക്ച്വലി IT ഓൾമോസ്റ്റ് അതേ സിലബസ് തന്നെയാണ്, IT ഇലക്ട്രീഷ്യൻ്റെ ഓൾമോസ്റ്റ് അതേ സിലബസ് തന്നെയാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻ്റെ കുറച്ചുകൂടെ ഒരു കട്ടിങ് കാര്യങ്ങൾ കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് അതേ സിലബസ് തന്നെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് മെഷീൻസിനകത്തുനിന്ന് ഈ ഒരു ഇയറിൽ ഓൾമോസ്റ്റ് 50 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല. അന്ന് ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മെഷീൻസിൻ്റെ പോർഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ 2013 ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ 50 Hz 4-pole സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വിൽ ഹാവ് എ സിങ്ക്രോണസ് സ്പീഡ് ഓഫ്. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 50 Hz എന്ന് പറയുന്ന ഫ്രീക്വൻസി അവർ തന്നിട്ടുണ്ട് അല്ലേ. 50 Hz എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി F = 50 Hz ആണ്. അതുപോലെ 4 പോൾ ആണ്, P = 4 പോൾ എന്ന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, 4 പോൾ മെഷീനാണ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്, വിൽ ഹാവ് എ സിങ്ക്രോണസ് സ്പീഡ് ഓഫ്. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. സിങ്ക്രോണസ് സ്പീഡിനുള്ള ഒരേ ഒരു ഇക്വേഷൻ ഉള്ളൂ. സിങ്ക്രോണസ് സ്പീഡ് NS എന്ന് പറഞ്ഞാൽ സിങ്ക്രോണസ് സ്പീഡാണ്. NS = 120 F/P എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. = 120 × 50 Hz തന്നിട്ടുണ്ട്, /4 പോളും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് 30 കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1500 കിട്ടും. അത്രയും RPM ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ D ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 1500 ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിലും സെയിം ഇക്വേഷൻ തന്നെയാണ്. NS = 120 F/P എന്നതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ NS എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി NS എന്ന് പറഞ്ഞാൽ സിങ്ക്രോണസ് സ്പീഡാണ്. അപ്പോൾ സിങ്ക്രോണസ് സ്പീഡിൽ റൺ ചെയ്യുന്നത് ആരാണ്? ഒരു ഇൻഡക്ഷൻ മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം സിങ്ക്രോണസ് സ്പീഡിൽ റൺ ചെയ്യുന്നത് ആരാണ്? സിങ്ക്രോണസ് സ്പീഡിൽ റൺ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡാണ് സിങ്ക്രോണസ് സ്പീഡിൽ റൺ ചെയ്യുന്നത്. സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? NS എന്ന് പറയുന്നത് സിങ്ക്രോണസ് സ്പീഡാണ്. സിങ്ക്രോണസ് സ്പീഡാണ്. അതുപോലെ തന്നെ സിങ്ക്രോണസ് സ്പീഡിൽ റൺ ചെയ്യുന്ന ആരാണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് റൺ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്ന പേരാണ് സിങ്ക്രോണസ് സ്പീഡ്. അപ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് സിങ്ക്രോണസ് ഒരു ഇൻഡക്ഷൻ മെഷീനകത്ത് ക്രിയേറ്റ് ആവപ്പെടുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്ന പേരാണ് സിങ്ക്രോണസ് സ്പീഡ്. ഓക്കെ, അപ്പോൾ ആ മെഷീൻ സിങ്ക്രോണസ് സ്പീഡിൽ റൺ ചെയ്യുമോ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ മെഷീൻ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ സിങ്ക്രോണസ് സ്പീഡിലാണോ റൺ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നെവർ റൺസ് അറ്റ് സിങ്ക്രോണസ് സ്പീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റോട്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ മോട്ടർ റൺ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ആ മോട്ടർ റൺ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോട്ടർ അല്ലെങ്കിൽ അതിൻ്റെ റോട്ടർ റൺസ് ഓൾമോസ്റ്റ് സിങ്ക്രോണസ് സ്പീഡ്. അപ്പോൾ നമ്മളതിൻ്റെ തിയറി ക്ലാസ്സിൽ അതിൻ്റെ കംപ്ലീറ്റ് തിയറി പറഞ്ഞാണ്. ഓൾമോസ്റ്റ് സിങ്ക്രോണസ് സ്പീഡിലാണ് ആര് റൺ ചെയ്യുന്നത്? ഈ പറയുന്ന ഇൻഡക്ഷൻ മോട്ടർ റൺ ചെയ്യുന്നത്. അത് സിങ്ക്രോണസ് സ്പീഡിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? സിങ്ക്രോണസ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ ടോർക്ക് ജനറേറ്റ് ആവത്തില്ല. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം കട്ട് ചെയ്ത് റോട്ടറിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF-ഉം കറണ്ടും ഒന്നും ഉണ്ടാവില്ല. കറണ്ട് ഉണ്ടായില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവില്ല? ടോർക്ക് ക്രിയേറ്റ് ആവത്തില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. സിങ്ക്രോണസ് സ്പീഡോട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് തന്നെ വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്പർ ഓഫ് പോൾസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് വേറൊരു ക്വസ്റ്റിനകത്ത് തന്നെ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സിങ്ക്രോണസ് സ്പീഡുമായിട്ടുള്ള ഈ ഒരു റിലേഷൻ. NS = 120 F/P. അപ്പം ഈ സ്പീഡിൽ റൺ ചെയ്യുന്ന ആരാണെന്ന് ചോദിക്കും. ആരാണ് റൺ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡാണ് സിങ്ക്രോണസ് സ്പീഡ് റൺ ചെയ്യുന്നത്. മോട്ടർ അതേ സ്പീഡ് റൺ ചെയ്യുമോ? മോട്ടർ അതേ സ്പീഡിൽ ഒരിക്കലും ചെയ്യുന്നില്ല. മോട്ടർ റൺ ചെയ്യുന്നത് ഓൾമോസ്റ്റ് സിങ്ക്രോണസ് സ്പീഡിലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം.
സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ഫേസ് സീരീസ് മോട്ടർ ക്യാൻ ഓപ്പറേറ്റ് ഓൺ സിംഗിൾ ഫേസ് സീരീസ് മോട്ടർ ക്യാൻ ഓപ്പറേറ്റ് ഓൺ എ സി ഓൺലി ബോത്ത് എ സി ആൻഡ് ഡി സി ഓൺലി നൺ ഓഫ് ദ ബോ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്പെഷ്യൽ ഇലക്ട്രിക്കൽ മെഷീൻസിൻ്റെയൊക്കെ കേസിൽ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ സിംഗിൾ ഫേസ് മെഷീൻസ് പഠിച്ചു. സിംഗിൾ ഫേസ് മെഷീനകത്താണ് നമ്മൾ എന്ത് പഠിച്ചത്? ഈ ഒരു മെഷീനെ പറ്റി പഠിച്ചത്. അതായത് സിംഗിൾ ഫേസ് സീരീസ് മോട്ടർ. സിംഗിൾ ഫേസ് സീരീസ് മോട്ടർ നമ്മൾ വേറൊരു പേര് വിളിച്ചിരുന്നു. അതിൻ്റെ പേരാണ് യൂണിവേഴ്സൽ മോട്ടർ. ഓക്കെ, യൂണിവേഴ്സൽ മോട്ടർ എന്നാണ് എൻ്റെ പേര്. സിംഗിൾ ഫേസ് സീരീസ് മോട്ടറിൻ്റെ വേറൊരു പേരാണ് യൂണിവേഴ്സൽ മോട്ടർ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ മോട്ടർ എന്ന് വിളിക്കാനുള്ള റീസൺ നമ്മൾ തിയറി ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് യൂണിവേഴ്സൽ എന്ന് പറയുന്ന വാക്കിൻ്റെ പേര് തന്നെ മീനിങ് തന്നെ അതാണ്. അതായത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ ചാർജറിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സൽ കേബിൾസ് അല്ലേ. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് യൂണിവേഴ്സൽ മോട്ടർ. അപ്പോൾ യൂണിവേഴ്സൽ മോട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറഞ്ഞാൽ അതിന് എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സൽ മോട്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? അത് എ സി സീരീസ് മോട്ടറാണ്. സിംഗിൾ ഫേസ് എ സി സീരീസ് മോട്ടറാണ്. അതായത് യൂണിവേഴ്സൽ മോട്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മളെന്ത് പറയും? സിംഗിൾ ഫേസ് എ സി സീരീസ് മോട്ടറാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? യൂണിവേഴ്സൽ മോട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ഫേസ് എ സി സീരീസ് മോട്ടറാണ് യൂണിവേഴ്സൽ. ഒരിക്കലും ഡി സി സീരീസ് മോട്ടർ അല്ല യൂണിവേഴ്സൽ മോട്ടർ. പക്ഷെ അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡി സി സീരീസ് മോട്ടറിനെ പോലെ തന്നെയാണ് അതിൻ്റെ വർക്കിംഗ്. പക്ഷേ അതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ അത് നമുക്ക് എ സിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എ സി സീരീസ് മോട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ സി സീരീസ് മോട്ടറാണ് നമ്മുടെ യൂണിവേഴ്സൽ മോട്ടർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ഫേസ് സീരീസ് മോട്ടർ ക്യാൻ ഓപ്പറേറ്റ് ഓൺ ബോത്ത് എ സി ആൻഡ് ഡി സി. കാരണം അതാണ് യൂണിവേഴ്സൽ മോട്ടർ. സിംഗിൾ ഫേസ് സീരീസ് മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബോത്ത് എ സി ആൻഡ് ഡി സി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് സൈക്കിൾസ് ജനറേറ്റഡ് ഇൻ എ 6 പോൾ ഓൾട്ടർനേറ്റർ ഇൻ 1 റെവല്യൂഷൻ. അപ്പോൾ വളരെ ചെറിയൊരു ഇക്വേഷൻ ആണത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഇ എം എഫ് ഇക്വേഷൻ, അതായത് നമ്മുടെ ഈ ഓൾട്ടർനേറ്ററിൻ്റെ ഇ എം എഫ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റെപ്പാണ് ആക്ച്വലി ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. വളരെ കുഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. നമ്പർ ഓഫ് സൈക്കിൾസ് ജനറേറ്റഡ് ഇൻ 6 പോൾ ഓൾട്ടർനേറ്റർ ഇൻ 1 റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറയുന്നത് പെയർ ഓഫ് പോൾസ് ആണ് ആൻസർ. പെയർ ഓഫ് പോൾസ്. അപ്പോൾ പെയർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും കൂടെ ചേരുന്നതാണ് അല്ലേ ഒരു പെയർ എന്ന് പറയുന്നത്. ഒരു പോൾ എന്ന് പറഞ്ഞാൽ നോർത്ത് പോളിനെ നമുക്ക് ഒരു പോൾ എന്ന് പറയാം, സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഒരു പോൾ എന്ന് പറയാം. പക്ഷേ പെയർ ഓഫ് പോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സൗത്ത് പോൾ ഒരു നോർത്ത് പോളും കൂടെ ചേരുന്നതിനാണ് നമ്മൾ പെയർ ഓഫ് പോൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയുള്ളൂ? നമ്പർ ഓഫ് സൈക്കിൾസ് ഈസ് ഈക്വൽ ടു പെയർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് പോൾസ് അവർ തന്നിട്ടുണ്ട് 6 നമ്പർ ഓഫ് പോൾസ് ആണ്. പി ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? P/2 ആണ് അതിന്റെ റിലേഷൻ. അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. സിമ്പിൾ ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ P/2 ആണ്. P/2 എന്ന് പറഞ്ഞാൽ 6/2 ആണ് അതിൻ്റെ ആൻസർ. ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ്. 3 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അതൊക്കെ നമുക്ക് എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഇത് ഞാൻ ഡെറിവേഷനകത്തുള്ളത്, നമ്മൾ ഡെറിവേഷൻ ചെയ്തില്ല, ഡയറക്റ്റായിട്ട് ഇക്വേഷനൊക്കെ പഠിക്കുമായിരുന്നു. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡിൻ്റെ ഇക്വേഷൻ അത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. NP/60 ആണ്. NP/60 നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് NP/60 ആണ്. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ റേറ്റിംഗ് ഓഫ് ആൻ ഓൾട്ടർനേറ്റർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. അപ്പോൾ ഓൾട്ടർനേറ്റർ റേറ്റിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത് ഏതിലാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. HP-യിലാണ്. HP ഹോഴ്സ് പവർ എന്ന് പറയും. അതുകൊണ്ട് കിലോ വാട്ട്സ്, പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. കിലോ വാട്ട്സ്. kVAR എന്ന് പറഞ്ഞാൽ കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് എന്നാണ്. kVAR എന്നാണ്, റിയാക്റ്റീവ് എന്നാണ്. ദെൻ kVA കിലോ വോൾട്ട് ആംപിയർ. അപ്പോൾ ഇതിലായിരിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. kVA-യിലാണ് ഓൾട്ടർനേറ്റർ റേറ്റിംഗ്സ് എല്ലാം പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ പറയുന്നത് D ആണ്. kVA-യിലാണ് പറയുന്നത്. വോൾട്ട് ആംപിയർ റേറ്റിംഗിലാണ് എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്ററിൻ്റെ റേറ്റിംഗ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു 30 kVA അല്ലെ MVA-യുടെ ഓൾട്ടർനേറ്റർ എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ല കിലോ വാട്ട്സ് എന്നല്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സെയിം കാറ്റഗറി ഒരാളുണ്ട്, ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയുന്നത് ഇതിൽ തന്നെയാണ്.
ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഇതിൽ തന്നെയാണ്, KVA തന്നെയാണ്. കിലോ എന്നുള്ളതാണ് K എന്നുള്ള വാക്ക്. വോൾട്ട് ആംപിയർ റേറ്റിംഗ് തന്നെയാണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓൾട്ടർനേറ്ററും ട്രാൻസ്ഫോമറും ഓർത്ത് വെച്ചേക്കുക, രണ്ടിന്റെ റേറ്റിംഗ് എന്താണ്, KVA തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് KVA പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ലോസസ്, കോപ്പർ ലോസും അതിനകത്തുണ്ടാകുന്ന ലോസസ് എന്തൊക്കെയാണ്, കോപ്പർ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ അയൺ ലോസസ് ഉണ്ട്. കോപ്പർ ലോസസ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കി, അതുപോലെ അയൺ ലോസസിന്റെ ഇക്വേഷനൊക്കെ നമുക്ക് എഴുതി നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ലോഡ് പവർ ഫാക്ടറെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലോഡ് പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ആക്ച്വലി നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഒരു സിംഗിൾ ഫേസിന്റെ ആണെങ്കിലും 3 ഫേസിന്റെ, അപ്പോൾ സിംഗിൾ ഫേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പവർ ഇക്വേഷൻ P = VI cos φ എന്ന് പറയുന്ന ഒരാളുണ്ട്, cos φ. ഈ cos φ എന്ന് പറയുന്ന ആരാണ്, cos φ എന്ന് പറയുന്ന ആളുടെ പേരാണ് പവർ ഫാക്ടർ. അപ്പോൾ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് വോൾട്ട് ആംപിയർ റേറ്റിംഗിലാണ് എന്ത് പറയുന്നത്, റേറ്റിംഗ് പറയുന്നത് ഓൾട്ടർനേറ്ററിനെയും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിനെയും. ഓക്കെ ആണല്ലോ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ KVA റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ 5th ക്വസ്റ്റ്യൻ, for producing an EMF of given frequency, an alternator will run at greatest speed of dash poles. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ട് തന്നെ 2-3 ക്വസ്റ്റിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് സിമ്പിൾ ഇക്വേഷൻ ആണ് NS = അതായത് ഫോർ പ്രൊഡ്യൂസിങ് ആൻ EMF ഓഫ് ഗിവൺ ഫ്രീക്വൻസി ആൻഡ് ഓൾട്ടർനേറ്ററിന്റെ ഇക്വേഷൻ എന്താണ്, ഓൾട്ടർനേറ്ററിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ NS = 120 F/P തന്നെയാണ്. സെയിം ഇക്വേഷൻ തന്നെയാണ്, ഇൻഡക്ഷൻ മോട്ടറിനെ പോലെയുള്ള ഇക്വേഷൻ തന്നെയാണ് എന്തിന്റെയും, ഓൾട്ടർനേറ്ററിന്റെ ഇക്വേഷൻ. NS = 120. NS എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മൂവർ ഉപയോഗിച്ച് ആ മെഷീനെ കറക്കുന്ന സ്പീഡിന് പറയുന്ന പേരാണ് NS. അത് കോൺസ്റ്റന്റ് സ്പീഡ് തന്നെ ആയിരിക്കണം. ആ കാര്യം എന്ന് പറഞ്ഞാൽ റീസൺ എന്ന് വെച്ചാൽ NS ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. ആ സ്പീഡിന് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹൈഡ്രോഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെങ്കിൽ ആ ഒരു വാട്ടർ ഹെഡിൽ നിന്ന് കിട്ടുന്ന പവർ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ആ ടർബൈൻ റൺ ചെയ്യുന്ന സ്പീഡാണ് NS എന്ന് പറയുന്നത്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. അപ്പോൾ NS ന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ ഫ്രീക്വൻസി ചേഞ്ച് ആവും. അത് ഒരിക്കലും പാടില്ല. അതുകൊണ്ട് NS എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് സ്പീഡാണ്. അതാണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സിങ്ക്രോണസ് ഓൾട്ടർനേറ്റർ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പം NS = 120 F/P എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അപ്പോൾ എന്താണ്, ഫോർ പ്രൊഡ്യൂസിങ് ആൻ EMF ഓഫ് ഗിവൺ ഫ്രീക്വൻസി ആൻഡ് ഓൾട്ടർനേറ്റർ വിൽ റൺ അറ്റ് ഗ്രേറ്റസ്റ്റ് സ്പീഡ് ഓഫ്. അപ്പം ഓൾട്ടർനേറ്റർ റൺ ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് സ്പീഡ് എത്ര ആയിരിക്കും, ഒരു ഓൾട്ടർനേറ്ററിന് റൺ ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് സ്പീഡ് എത്ര ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് NS എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിച്ച് നോക്കാം. NS = 120 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഫ്രീക്വൻസി ഞാൻ 50 Hz ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിന് കൊടുക്കാം നമ്പർ ഓഫ് പോൾസ്, Pക്ക് കൊടുക്കാൻ പറ്റുന്ന മിനിമം വാല്യൂ എത്ര ആണെന്നുള്ളതാണ് അവർ ചോദിച്ചിരുന്നത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു നോർത്ത് പോൾ ഒരു സൗത്ത് പോൾ ഉണ്ടായിരിക്കണം, ഒരു പെയർ ഓഫ് പോളെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു നോർത്ത് പോൾ കൊണ്ട് മാത്രം നമുക്ക് ഓൾട്ടർനേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ സൗത്ത് പോൾ കൊണ്ട് മാത്രം പറ്റില്ല. നമുക്ക് മിനിമം 2 പോൾ ഉണ്ടെങ്കിലേ ഒരു ഓൾട്ടർനേറ്റർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് Pക്ക് വരെ ഞാൻ 2 ഇട്ട് കൊടുത്താൽ, കാരണം /2 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ എന്ന് പറയുന്നത് 60 ആണ്. 3000 RPM കിട്ടും, 3000 RPM. ഓക്കെ, 3000 RPM. ഇനി ഞാൻ പറയാണ് NS = Pക്ക് ഞാൻ 4 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, വെൻ P = 4 ആണെങ്കിൽ NS = 120 50 Hz. ഗിവൺ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് 50 Hz ആണ്. ഫ്രീക്വൻസി നമ്മൾ മാറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ /4 കൊടുക്കുന്നത് നമുക്ക് എന്ത് കിട്ടും, 30,100 1500 RPM. ഓക്കെ, 1500 RPM. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വലുത് ഏതായിരിക്കും, 3000 ആണ്. അതുകൊണ്ട് 3000-നേക്കാൾ മേളിൽ നമുക്ക് സ്പീഡ് കൊണ്ടുപോകാൻ പറ്റില്ല. ആ 50 Hz ഫ്രീക്വൻസിയിൽ 3000-നേക്കാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മാക്സിമം ഫ്രീക്വൻസിയിൽ മാക്സിമം സ്പീഡ് റൺ ചെയ്യുന്നതിനൊക്കെയാണ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ EMF ഓഫ് ഗിവൺ ഫ്രീക്വൻസി ആൻഡ് ഓൾട്ടർനേറ്റർ വിൽ റൺ അറ്റ് ഗ്രേറ്റസ്റ്റ് സ്പീഡ്. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 3000 ആണ്. 3000-നേക്കാൾ മേളിൽ ഈ 50 Hz നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊരു ഫ്രീക്വൻസി എടുത്താലും 50 Hz എന്നുള്ള മാറിയിട്ട് നമ്മൾ ഏതൊരു ഫ്രീക്വൻസി എടുത്താലും നമുക്ക് മിനിമം 2 പോൾ. അപ്പോൾ ഏറ്റവും താഴെ ഡിനോമിനേറ്റർ കൊണ്ടുവരിക. അപ്പോൾ മിനിമം 2 പോൾ, ഒരു പെയർ ഓഫ് പോൾ ഇല്ലാതെ ഇത് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് കിട്ടുന്നത്, നമ്പർ ഓഫ് പോൾസ് എത്ര ആയിരിക്കും, നമ്പർ ഓഫ് പോൾസ് എന്ന് ആൻസർ എന്ന് പറഞ്ഞാൽ C ആണ്, 2 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ 3000 RPM-ൽ റൺ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ്സ്, അല്ലെങ്കിൽ 1500-നും 3000 RPM-നും ഇടയിൽ റൺ ചെയ്യുന്ന ഓൾട്ടർനേറ്ററിനെ നമ്മളൊരു പേര് വിളിച്ചിരുന്നത്, അതിന് പറഞ്ഞ പേരാണ് ടർബോ ഓൾട്ടർനേറ്റേഴ്സ്. അപ്പോൾ 3000 RPM-ൽ റൺ ചെയ്യുന്ന ഓൾട്ടർനേറ്റർ പറഞ്ഞ പേരാണ് ടർബോ ഓൾട്ടർനേറ്റർ. അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ടർബോ ഓൾട്ടർനേറ്റർ റൺ ചെയ്യുന്ന സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്ഷനകത്ത് ഒന്നുകിൽ എന്ത് കാണാം, 1500-ന് മേളിലുള്ളവരാണെങ്കിൽ നമ്മുടെ ആൻസർ 1500 അല്ലെങ്കിൽ 3000 RPM റൺ ചെയ്യുന്ന അത്രയും സ്പീഡിൽ റൺ ചെയ്യുന്ന ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന പേരാണ് ടർബോ ഓൾട്ടർനേറ്റേഴ്സ്. അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റീം ടർബൈൻസിലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം ടർബൈൻസിലാണ്
എന്ത് യൂസ് ചെയ്യുന്നത്, ടർബോ ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ സ്പീഡ് ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് സ്റ്റീം ടർബൈനിലാണ്. അപ്പോൾ നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 400 RPM വരെ ആണെങ്കിൽ അത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിലായിരിക്കും ഉപയോഗിക്കുന്നത്, ഒരു 400 RPM എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ. അതോട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്.